ഇന്ന് ഞാൻ എസ് വി ജിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മളൊരു ആപ്പോ ഒരു വെബ്സൈറ്റോ ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഐക്കൺസ് ലോഗോസൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചില സമയത്ത് നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ആയിരിക്കും ഉപയോഗിക്കുക, ഇമേജസ് പോലെയുള്ളത്. അപ്പോൾ ഏത് സമയത്താണ് നമ്മൾ എസ് വി ജി ഉപയോഗിക്കേണ്ടത്, എന്തുകൊണ്ടാണ് എസ് വി ജി ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. എസ് വി ജിയുടെ ഫുൾ ഫോം സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ് എന്നാണ്. അതായത് എസ് വി ജി നിങ്ങൾ വളരെയധികം കുറേ പേർക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും എന്താണ് എസ് വി ജി എന്ന്. പക്ഷേ ചുമ്മാ ഒരു ഫയൽ ഫോർമാറ്റിനപ്പുറം എസ് വി ജിക്ക് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് മറ്റ് ഫയൽ ഫോർമാറ്റുകളെ സംബന്ധിച്ച് എസ് വി ജിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മളൊരു ഐക്കൺ, ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു പ്ലഗിൻ ഉണ്ട്, ഫെദർ ഐക്കൺ എന്നാണ് ആ പ്ലഗിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഫെദർ ഐക്കൺ എന്ന ഒരു ഐക്കൺ സെലക്ട് ചെയ്ത് ഇടാൻ പോവാണ്. ഇപ്പോൾ ഈ ഐക്കൺ വന്നിരിക്കുന്നത് നമ്മുടെ ആർട്ട് ബോർഡിൻ്റെ പുറത്താണ്, അതുകൊണ്ടാണ് ഈ പേര് നമുക്ക് കാണുന്നത്. ഇപ്പോൾ നമ്മളെപ്പോഴെങ്കിലും എന്തെങ്കിലും ഐക്കണൊക്കെ ഡ്രാഗ് ചെയ്തിടുമ്പോൾ നമ്മുടെ ആർട്ട് ബോർഡിൽ അതിൻ്റെ പേര് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം, ആർട്ട് ബോർഡിൻ്റെ പേര് കാണിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ആ ഫ്രെയിമിൻ്റെ പുറത്താണ് അതുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഡ്രാഗ് ചെയ്ത് അകത്തോടെ ഇടാം. അപ്പോൾ അതിപ്പോൾ ആ ഒരു ആർട്ട് ബോർഡിൻ്റെ പേര് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഐക്കൺ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് ഒരു ലൈൻ വെച്ച് ക്രിയേറ്റ് ചെയ്തൊരു ഐക്കണാണ്. നമ്മളതിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലൈൻ വെച്ചാണ്. അപ്പോൾ ഇങ്ങനെ ലൈനും പാത്തും വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രാഫിക്സ്, അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇതൊരു പോയിൻ്റ് ബി, ഇതിലോട്ടൊരു ലൈൻ വരയ്ക്കുമുണ്ടാക്കുന്ന ഗ്രാഫിക്സുകൾ പൊതുവേ നമ്മൾ വെക്റ്റർ ഗ്രാഫിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ JPG അല്ലെങ്കിൽ PNG ഇങ്ങനെയുള്ള ഇമേജ് ഫോർമാറ്റുകളൊക്കെ റാസ്റ്റർ ഗ്രാഫിക്സ് ആണ്. എന്താ വെച്ചാൽ അത് ഉണ്ടാക്കുന്നത് പിക്സൽസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു ലൈൻ നമ്മൾ ഇതിലിപ്പോൾ നോക്കി കഴിഞ്ഞാൽ 2 പോയിൻ്റേ ഉള്ളൂ, ഒരു പോയിൻ്റ് 2 പോയിൻ്റ്. അപ്പോൾ നമ്മൾ ഇത് വരയ്ക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആർട്ട് ബോർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആർട്ട് ബോർഡിന് ഒരു പൊസിഷൻ ഉണ്ട്, ഇവിടെ X ഉണ്ട്, ഒരു Y ഉണ്ട്. അതുപോലെ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു പോയിൻ്റ് A സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു X പൊസിഷനും ഒരു Y പൊസിഷനും ഉണ്ടാവും. അതുപോലെ അതിൻ്റെ എൻഡും ഒരു X പൊസിഷനും Y പൊസിഷനും ഉണ്ടാവും. അങ്ങനെ വരയ്ക്കുന്ന, അതായത് മാത്തമാറ്റിക്കലായിട്ട് അങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫിക്സാണ് പൊതുവെ നമ്മൾ വെക്റ്റർ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ തന്നെ ഈ എസ് വി ജി എന്ന് പറയുന്നത് സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ് എന്നാണ്, അതിൻ്റെ ഫുൾ ഫോം തന്നെ അതാണ്. അപ്പോൾ എന്താണ് സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ്? അപ്പോൾ നമ്മൾ വെക്റ്റർ ഗ്രാഫിക്സ് പൊതുവെ നമ്മൾ എത്ര സ്കെയിൽ ചെയ്താലും, ഇപ്പോൾ സ്കെയിൽ ചെയ്യാൻ നമ്മൾ സൂം ഇൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഐക്കണിനെ വലുതാക്കുന്നു. നമ്മളത് എത്ര വലുതാക്കിയാലും ആ ഒരു ഗ്രാഫിക്സിൻ്റെ ക്വാളിറ്റി കുറയുന്നില്ല. ആ സമയം നമ്മളൊരു ഇമേജാണ് ഇപ്പോൾ ഇതിലിടുന്നെങ്കിൽ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. എക്സാമ്പിളിൽ നമുക്ക് 2 ഇമേജ് ഉണ്ട്. ഒന്ന് നമ്മളിതിൽ തന്നെ ഫിഗ്മയിൽ തന്നെ ഡ്രോ ചെയ്തല്ല, നമ്മളിപ്പോൾ പ്ലഗിൻ ഉപയോഗിച്ച് ഇതിൽ കൊണ്ടുവന്ന ഒരു ഐക്കൺ, അതായത് വെക്റ്റർ ഗ്രാഫിക്സ്. നമുക്ക് എത്ര സൂം ചെയ്താലും അതിൻ്റെ ക്വാളിറ്റി കുറയുന്നില്ല. അതേസമയം നമ്മൾ ഇതേ ഇമേജിനെ നമ്മൾ PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുന്നതാണ്, അത് നമുക്ക് സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ടൊരു വെക്റ്റർ ഗ്രാഫിക്സും റാസ്റ്റർ ഗ്രാഫിക്സും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഈ ക്വാളിറ്റി മാത്രമല്ല അതിൻ്റെ ഒരു വലിയ വ്യത്യാസം. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു നമ്മൾ എത്ര സൂം ചെയ്താലും അല്ലെങ്കിൽ എത്ര വലുതാക്കിയാലും അതിൻ്റെ ക്വാളിറ്റി കുറയില്ലെന്ന്. പക്ഷേ അതിനപ്പുറം ഇപ്പോൾ ചില വർക്കുകൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെബ്സൈറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ വെബ്സൈറ്റ് ഫാസ്റ്റായിട്ട് നമുക്ക് ലോഡ് ആവണം, അല്ലെങ്കിൽ ഈവൻ ആപ്പായാലും ഇമേജസ് എല്ലാം ഫാസ്റ്റായിട്ട് ലോഡ് ആവണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇമേജിൻ്റെ സൈസ് കൂടുകയാണെങ്കിൽ നമുക്ക് സൈറ്റ് സ്ലോ ആയിട്ട് ലോഡ് ആവുള്ളൂ. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റോ ഒരു ആപ്പോ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഗ്രാഫിക്സുകളുടെ സൈസൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യണം. അപ്പോൾ പണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പണ്ട് നമ്മൾ എല്ലാ ഇമേജസും ഐക്കൺസും എല്ലാം പല സൈസിലൊക്കെ കൊടുക്കണം, എന്നാൽ മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ മോണിറ്ററുകളും മൊബൈൽ ഫോണുകളും എല്ലാം ഡിഫറെൻറ്റ് സൈസാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു സൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു മോണിറ്ററിൽ നോക്കുമ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു മാക് റെറ്റിന ഡിസ്പ്ലേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാം ഇതുപോലെ പിക്സലേറ്റഡ് ആയിട്ടിരിക്കും, നമുക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ ഇരിക്കും എല്ലാ ഐക്കൺസ് എല്ലാം. അപ്പോൾ അതിന് നമ്മൾ 2-3 സൈസിൽ ഒരേ ഐക്കൺ തന്നെ നമ്മൾ ഡെവലപ്പറിന് കൊടുക്കണം. പക്ഷേ ഈ സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള SVG പോലും വേറെ ഫോർമാറ്റുകളുണ്ട് വെക്റ്റർ ഗ്രാഫിക്സിൻ്റെ. പക്ഷേ SVG ഭയങ്കര വൈഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം.
നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ തന്നെ ലോഗോ, ഡിസൈൻ മലയാളത്തിൻ്റെ ലോഗോ തന്നെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഗ്രാഫിക്സാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേഡിയൻ്റ് ഉണ്ട്, പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു കളറുണ്ട്, പിന്നെ യെല്ലോ കളറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഇത് 351 എന്നുള്ളൊരു സൈസ് കാണിക്കുന്നുണ്ട്. ഞാൻ റഫലി ഇതിൽ വെറുതെ ഡ്രാഗ് ചെയ്ത് വെച്ചൊരു സൈസാണ്. ഇനി ഇത് ഞാനൊരു SVG അതേപോലെ തന്നെ PNG ആയിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെബിൽ നമ്മൾ ഇമേജസ് ഉപയോഗിക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ ലോഗോസ് അല്ലെങ്കിൽ ഐക്കൺസ്, നമുക്ക് SVG ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും എക്സ്പോർട്ട് ചെയ്യേണ്ടത് ഇത് PNG ആയിട്ടാണ്. അപ്പോൾ ഇനി ഇത് JPG ആയിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം എന്ന് ഞാൻ കാണിച്ചു തരാം. 3 ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് PNG, ഒന്ന് SVG, ഒന്ന് JPG. നമ്മളിപ്പോൾ നമ്മുടെ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇത് ഒരു PNG ഇമേജാണ്, ഇത് നമ്മുടെ SVG ഇമേജാണ്, JPG ഇമേജാണ്. JPGയുടെ പ്രോപ്പർട്ടി എടുത്ത് നോക്കാം. അപ്പോൾ ഇത് JPG നമ്മൾ ഫയൽ ഇത് നമുക്ക് കാണാം, കൈൻഡ് JPEG. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 33 കിലോബൈറ്റ് ആണ്. അതേപോലെ ഡയമെൻഷൻ 351x351. അപ്പോൾ നമ്മളിതിൻ്റെ പ്രിവ്യൂ എടുക്കുമ്പോൾ ഇതിൽ ക്വാളിറ്റി നമുക്ക് വലിയ പ്രശ്നം തോന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ ഫുൾ ക്വാളിറ്റിയാണ് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫയൽ സൈസ് ഞാൻ പറഞ്ഞ പോലെ ഇത് 30 കിലോബൈറ്റ് ആണ്. അതേസമയം ഇനി നമ്മൾ PNG എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ പകുതി സൈസാണ് PNGക്കുള്ളൂ, 15 കിലോബൈറ്റ്. സൈസ് സെയിം തന്നെ 351x351. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഇനി ഇതെന്നൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു സൈസായിരിക്കും SVGക്കുള്ളത്. SVG ഫയൽ വെറും 2 കിലോബൈറ്റേ ഉള്ളൂ. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിന് എന്താ പറയുക, സൈസൊന്നും കാണിക്കുന്നുമില്ല. ഏത് സൈസാണ് നമ്മുടെ ഫയൽ ഒന്നും ഇതിൽ കാണിക്കുന്നേ ഇല്ല. സൈസ് ഞാൻ മീൻ ചെയ്യുന്നത് റെസൊല്യൂഷൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ SVGക്ക് ഒരു റെസൊല്യൂഷൻ ഇല്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ PNGയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന പോലെ 351x350 ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ SVG ഓപ്പൺ ചെയ്യുമ്പോൾ ഇല്ല. അപ്പോൾ SVGയിൽ നമ്മളത് നോക്കുമ്പോൾ ഡയമെൻഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഇതിനില്ല. അപ്പോൾ അതാണ് SVGയുടെ പ്രത്യേകത. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ചെറിയ സൈസ്, അതായത് ഒരു 2 കിലോബൈറ്റ് ഉള്ളൊരു ഫയലായി മാറിയത് എന്നുള്ളതിൻ്റെ ആൻസർ ഇതൊരു വെക്ടർ ഗ്രാഫിക്സ് ആയതുകൊണ്ടാണ്. അതായത് ഇത് പിക്സൽ വെച്ചല്ല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, പകരം ഇത് പോയിൻ്റുകൾ വെച്ച് ഡ്രോ ചെയ്യണം. അതായത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്ന ടൂള് ആ സമയത്ത് ഇത് ഡ്രോ ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. ഫോർ എക്സാമ്പിൾ നമുക്കിത് വേണമെങ്കിൽ ഒരു ബ്രൗസറിൽ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബ്രൗസറിന് അതിന് റെൻഡർ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. ഏത് SVG ഫയലുകളും നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ക്രോം ബ്രൗസറോ അങ്ങനെ ഏതെങ്കിലും ബ്രൗസറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇതേ ഫയൽ ഒരു കോഡ് എഡിറ്റർ, അതായത് നമ്മൾ കോഡ് എഡിറ്റർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കോഡ് എഡിറ്റർ, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് VS. അപ്പോൾ നമ്മൾ ഈ ഒരു ഫയൽ ഒരു കോഡ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം SVG എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കോഡാണ്. അപ്പോൾ നമ്മുടെ ഈ SVGയുടെ സൈസ് 351 എന്നൊക്കെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഇത് ബേസിക്കലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇത് റെസൊല്യൂഷനായിട്ടല്ല, പകരം ഇതിൻ്റെ ഒരു പൊസിഷനാണ്. അതായത് നമ്മൾ ഈ ഒരു കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിലോട്ട് ഞാൻ പോകുന്നില്ല, പക്ഷേ ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഈ പാത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈൻസ്, നമ്മളിതിൽ കാണുന്ന പല ലൈൻസും ചെയ്തിരിക്കുന്നത് പാത്താണ്. ലീനിയർ ഗ്രേഡിയൻ്റ് നമ്മുടെ ഗ്രാഫിക്സിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇതാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ എലമെൻറ്റ്സും നമ്മളിപ്പോൾ ആ ഓരോ എലമെൻറ്റുകളാണ് നമ്മളിതിൽ കാണുന്നത്. അപ്പോൾ അതിൽ ഞാൻ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുമ്പോൾ നമുക്കത് അതിൻ്റെ ചേഞ്ച് ഇവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിന് ഞാൻ ഈ സൈഡിലോട്ട് വയ്ക്കുന്നു, ഇത് 1 ലൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേതെങ്കിലും ഒരു എലമെൻറ്റ്, ഞാനിപ്പോൾ ഈ ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഇതൊന്ന് സഡൻലി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് സേവ് ചെയ്യുകയാണ്. ഇനി ഞാൻ ഈ പേജ്, അതായത് ഈ ബേസിക്കലി ഫയൽ റീലോഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു എലമെൻറ്റ് തന്നെ ഇതൊന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് നമ്മൾ ഈ ഓരോ എലമെൻറ്റുകൾ, ഇപ്പോൾ ഞാൻ ഈ ഒരു പാത്തൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ ഈ ഒരു ലെറ്റർ തന്നെ ഇവിടെ ഉണ്ടാവണമെന്നില്ല, കണ്ടോ? അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ കളഞ്ഞതൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ പാത്താണ് എടുത്ത് കളഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ കോഡ് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ അൺഡു കൊടുത്ത് നമ്മുടെ പഴയ ഡിസൈനിലോട്ട് തന്നെ മാറ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കളേഴ്സ്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ് ഇപ്പോൾ കണ്ടില്ലേ, FFE 500. ഇത് ഏതാണ് കളർ? ഈ യെല്ലോ കളറായിരിക്കാം. ഇത് കണ്ട, ഈ യെല്ലോ കളറാണിത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കളർ മാറ്റി വേറൊരു കളർ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഹെക്സ് വാല്യൂ കിട്ടുന്നുണ്ട് ഗ്രീൻ. ഞാനിത് ഈ ഗ്രീൻ കളർ ഇപ്പോൾ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, ഇതിവിടെ ചേഞ്ച് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. നമ്മുടെ ഈ ഫയലിന് ഞാൻ റീലോഡ് ചെയ്താൽ കണ്ട ബാക്ക്ഗ്രൗണ്ട് തന്നെ ചേഞ്ചായി.
ഇത് ഇത് നമുക്ക് വളരെ ഒരു യൂസ്ഫുള്ളാണ്. നമ്മൾ പല സമയത്തും ആനിമേറ്റ് ചെയ്യാനോ നമുക്ക് എന്താ പറയുക, ഈ ഒരു പ്രത്യേകിച്ച് വെബ്സൈറ്റുകൾ നമുക്ക് ചിലപ്പോൾ ആനിമേറ്റ് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്ന പോലെയൊക്കെ ആക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് SVG നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. മാത്രമല്ല നമുക്ക് ഫയൽ സൈസ് ഭയങ്കര കുറവാണ്, എത്ര വേണമെങ്കിൽ സൂം ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഫയൽ തന്നെ ഞാൻ സൂം ചെയ്താലൊന്നും ഒരിക്കലും അതിൻ്റെ ഒരു ക്വാളിറ്റി കുറയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു SVG എന്ന് പറയുന്നത് ഒരു കോഡാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു ഫയൽ, അതായത് DM നമ്മുടെ SVG ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോഡ് ഇവിടെ കാണാനുണ്ട്. ഇത് ഞാനൊരു വെബ്സൈറ്റ് എടുത്തു. അപ്പോൾ ഭൂരിഭാഗം വെബ്സൈറ്റുകളും ഇപ്പോൾ ലോഗോസ് അവരുടെ ലോഗോസ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫിഗ്മ ലോഗോ ഉപയോഗിക്കണം, അവർ SVG ആയിട്ടായിരിക്കും ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ അവർക്ക് അത് ഏത് ഡിവൈസിലോട്ടും ഉപയോഗിക്കുമ്പോൾ ആ ക്വാളിറ്റി കീപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും ഐക്കൺസും എല്ലാം SVG ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ലോഗോ നമ്മൾ സാധാരണ നമ്മൾ ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ ഡൗൺലോഡ് ആസ് ഇമേജ് ഒക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് ഇപ്പോൾ ഒരു വെക്ടർ ഗ്രാഫിക്സ് ആണെങ്കിൽ നമുക്ക് ക്രോം ബ്രൗസർ അല്ലെങ്കിൽ ഏത് ബ്രൗസർ ആയാലും ഇൻസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇൻസ്പെക്റ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലോഗോ ഇതിൻ്റെ SVG ഫയലിലൂടെ കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെയുള്ള ഒരു ഫോർമാറ്റ്, അതായത് SVG എന്ന് പറഞ്ഞിട്ട് ടാഗ് തുടങ്ങുന്നു, SVG എന്ന് പറഞ്ഞിട്ട് എൻഡ് അവസാനിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ SVG എന്ന് പറഞ്ഞിട്ട് ടാഗ് തുടങ്ങുന്നു, SVG അവസാനിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു എലമെൻറ്റ് നമുക്ക് ആക്ച്വലി കോപ്പി എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് ഞാൻ അത് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ SVG ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്തു, അത് ഒറ്റ ലൈനിലായിട്ട് അങ്ങോട്ട് വന്നു. പക്ഷേ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഈ DM എന്ന് പറഞ്ഞ ഒരു ഫയലിൽ ആണ് ഞാനത് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാനിത് ഇവിടെ സേവ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ DM എന്ന് പറഞ്ഞ ഫയൽ ഇപ്പോൾ ഫിഗ്മയുടെ ലോഗോ ആയി മാറി. അപ്പോൾ അത് ഫിഗ്മയുടെ ഐക്കണായി മാറി. എന്താ വെച്ചാൽ ഞാനതിൽ കോഡ് ചേഞ്ച് ചെയ്തു. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ സാധാരണ ആളുകൾ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് ഈ ഒരു SVG ഫയൽ ഇപ്പോൾ ഈ ഒരു കോഡ് ഞാൻ അവിടെ നിന്ന് കോപ്പി എലമെൻറ്റ് പറഞ്ഞ് കോപ്പി ആണെങ്കിൽ, ഇവിടെ മാത്രമല്ല നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ആണെങ്കിലും ഈ ഒരു കോഡ് ഞാൻ കോപ്പി ചെയ്തിട്ട് നേരെ ഫിഗ്മയിൽ പോയി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഇമേജായിട്ട് കിട്ടും. കണ്ടോ? അപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഫയൽ ഇതിൽ ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പകരം നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ സൈറ്റിൽ പോയി നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നു, നമ്മൾ ആ കോഡ് കാണുന്നു, കോപ്പി എലമെൻറ്റ് ചെയ്യുന്നു, നമ്മളിവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നു, നമുക്ക് ആ ലോഗോ കിട്ടുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഏതെങ്കിലും മറ്റൊരു പോപ്പുലർ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഏതാ നോക്കാം, ഗൂഗിളിൻ്റെ തന്നെ ഒരു ലോഗോ എടുക്കാം. അപ്പോൾ ഗൂഗിളിൻ്റെ സൈറ്റിൽ പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു ലോഗോ ഞാൻ ഇൻസ്പെക്ട് കൊടുക്കുന്നു. അത് ഇൻസ്പെക്ട് കൊടുക്കുമ്പോൾ തന്നെ അത് ഇവിടെ ഇമേജാണ്. നമുക്ക് ഇമേജ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇമേജ് എന്ന് അറിയാൻ പറ്റും. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് PNG ഫയലാണ്. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇമേജായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇവരിത് വെക്ടറല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം. ഈ 1x 2x ഇങ്ങനെ കാണുന്നത്, അതിന് പകരം നമ്മളിപ്പോൾ ഗൂഗിളിൽ എന്തെങ്കിലും ലാൻഡ് ബുക്ക് ഞാൻ സെർച്ച് ചെയ്തു, ഈ ഒരു ഐക്കൺ നമുക്ക് എന്താണ് ചെക്ക് ചെയ്യാം, ഇൻസ്പെക്ട് കൊടുക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇത് SVG ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗൂഗിൾ ഐക്കൺ കോപ്പി എലമെൻറ്റ് ഇവിടെ കൊണ്ടുവരുന്നു, പേസ്റ്റ് ചെയ്യുന്നു. കണ്ടോ? ഇത് വെക്ടറാണ്. നമ്മൾ എത്ര സൂം ചെയ്താലും ആ ക്വാളിറ്റി പോകുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ടേക്ക് അവേ എന്ന് പറയുന്നത്. SVG എന്ന് പറയുന്നത് ഒരു വെക്ടർ ഗ്രാഫിക്സ് ആണ്. അത് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഇമേജ് എഡിറ്റിംഗ് ടൂൾ, അതായത് ഫിഗ്മ പോലൊരു ടൂൾ ഇല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം. അതായത് SVG എങ്ങനെയാണ് ഡ്രോ ചെയ്യണം എന്നുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കളേഴ്സൊക്കെ ഒരു ഡിസൈൻ ടൂൾ ഇല്ലാതെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഈവൻ ഇങ്ങനെ ഒരു ഗ്രാഫിക്സ് നമുക്ക് ഫ്രം സ്ക്രാച്ച് കോഡ് വെച്ചിട്ട് എഴുതാം, ഇതുപോലൊരു കോഡ് വെച്ച് എഴുതാം. അപ്പോൾ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ഇതുപോലെ ട്രാൻസ്പെറൻസി ഒക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു വെക്ടർ ഗ്രാഫിക്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റുവട്ടത്ത് വേറെ ബോക്സോ അങ്ങനെയൊന്നുമില്ല. ഫയൽ സൈസ് ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു വെബ്സൈറ്റിലോ ആപ്പിലോ ഐക്കൺസോ ലോഗോസോ ഉപയോഗിക്കുകയാണെങ്കിൽ SVG ആണ് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ്. ചില ടൈമിൽ SVG സപ്പോർട്ട് ചെയ്യാത്ത ഡിവൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബ്രൗസറുകളുണ്ടാവും. അപ്പോഴാണ് നമ്മൾ PNG, പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് PNG ആണ്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചൂസ് ചെയ്യേണ്ടത് SVG ഗ്രാഫിക്സ് ആണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.